മലയാളത്തിൽ ഏറ്റവും വലിയ ചെലവിൽ ബഡ്ജറ്റിൽ നിർമ്മിച്ചിട്ടുള്ള എമ്പുരാൻ എന്ന ചലച്ചിത്രത്തെക്കുറിച്ച് ഇപ്പോൾ വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കാലമായിട്ട് സിനിമകളൊന്നും അധികം ഓടാതെ ഒരു മോശമായ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അതിന് ഒരു ബൂസ്റ്റ് എന്നുള്ള രീതിയിൽ അതിനെ റീവൈറ്റലൈസ് ചെയ്യുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. എന്താണ് ഈ സിനിമയെ സംബന്ധിച്ചുള്ള ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാവുന്നത്? അതുകൊണ്ട് തന്നെ അത് റീസെൻസർ ചെയ്യുന്നതിന് മുമ്പ് ആ സിനിമ കണ്ടു. എന്തിനാണ് ഇത്രയധികം വിവാദങ്ങൾ ആ സിനിമയെക്കുറിച്ച് ഉണ്ടാക്കുന്നത് നമുക്ക് പരിശോധിക്കാം. ആ സിനിമ ഒരു വർക്ക് ഓഫ് ആർട്ടാണ്. അത് ധാരാളം നല്ല രീതിയിലുള്ള ടേക്കുകളും അതുപോലെ തന്നെ ഹോളിവുഡ് രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് എമ്പുരാൻ. എമ്പുരാൻ എന്ന ചലച്ചിത്രത്തിൻ്റെ അണിയറ ശില്പികൾ മലയാളത്തിലെ വളർന്നു വരുന്ന തലമുറയാണ്. ഇപ്പോൾ മുരളി ഗോപിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. മുരളി എനിക്ക് തോന്നുന്ന ആറാമത്തെ സ്ക്രിപ്റ്റോ മറ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ മുരളിയുടെ എല്ലാ സ്ക്രിപ്റ്റ് ചെയ്ത പടങ്ങളും സാമൂഹിക വികസനം ഉൾക്കൊള്ളുന്നത് തന്നെയാണ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ആ സിനിമയിൽ തീർച്ചയായും കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടി CPM-നെയും അതിൻ്റെ നിലവിലുള്ള നേതാക്കന്മാരെയും വിമർശിച്ചുകൊണ്ടാണ് ആ സിനിമ ചെയ്തത്. അവരാരും തന്നെ ആ സിനിമക്കെതിരായിട്ട് പ്രകടനം നടത്തുകയോ അല്ലെങ്കിൽ അത് മുറിച്ചു മാറ്റണമെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ സിനിമയല്ലാതെ തന്നെ മറ്റു സിനിമകളിൽ ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ്റെ സിനിമകളിലാണെന്നുണ്ടെങ്കിലും ധാരാളം സാമൂഹിക വിമർശനവും അതുപോലെ നിലവിലുള്ള സർക്കാരുകൾക്കെതിരായിട്ടുള്ള വിമർശനവും ഉണ്ടാവാറുണ്ട്. അപ്പോഴൊന്നും ആരും വാളെടുത്ത് വന്നിട്ടില്ല. അപ്പോൾ ഈ സിനിമയ്ക്കെതിരെ പെട്ടെന്ന് വലിയ രോഷം ചിലരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്താണെന്ന് നമുക്ക് പരിശോധിച്ചാൽ, യഥാർത്ഥത്തിൽ അത്തരത്തിൽ അങ്ങനെ പ്രതികരിക്കേണ്ടതായ യാതൊരു കാരണവും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനാണെന്ന് തോന്നുമെന്ന് കിണ്ണം കെട്ടവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതിൽ ഗോദ്രയിൽ നടന്ന ആ സംഭവം, ആ ട്രെയിൻ കത്തിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവവും അതിനെ തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപങ്ങളും ആ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. അതിൽ വളരെ വലിയ വയലൻ്റായിട്ടുള്ള സീനുകളൊന്നും ആ സിനിമയിൽ കാണിക്കുന്നില്ല. പക്ഷേ ഇന്നും അതിനോടനുബന്ധിച്ച് ജയിലിൽ കിടക്കുന്ന ബജ്രംഗി എന്ന മനുഷ്യനെ സാമ്യമുള്ള ഒരാളാണ് അതിലെ ആ രംഗങ്ങളിൽ വരുന്നത്. അത് ആ കലാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ആളുകൾ ധാരാളം പേര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവരിൽ പലരും ഇപ്പോഴും ജയിലിലുണ്ട്. ഈ മനുഷ്യനും ജയിലിൽ തന്നെയാണ്. അധിക സമയം പരാൾ പുറത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ജീവപര്യന്തം ജയിലിലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ സംഭവത്തിനെ ചിത്രീകരിക്കുമ്പോൾ എന്തിനാണ് ഈ കലാപം നടത്തിയത് ഞങ്ങളാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. കലാപകാരികൾ ഞങ്ങളാണെന്ന് പറയാത്ത ആളുകൾ എന്തിനാണ് ഈ കലാപം കാണിക്കുമ്പോഴേക്ക് അവർക്ക് എന്താണ് പ്രശ്നം ഉണ്ടാവുന്നത്? പിന്നെ മറ്റൊരു കാര്യം, ഇതിൽ ഇപ്പോൾ വരുന്ന മാധ്യമ വാർത്തകളിൽ നിന്ന് കാണുന്നത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളെല്ലാം അതിൽ നിന്ന് നീക്കം ചെയ്തു എന്നാണ്. ശരി, നല്ല കാര്യം, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ കാണിക്കണ്ട. പക്ഷേ മാർക്കോ എന്ന പേരിൽ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് OTTയിൽ റിലീസായിട്ടുള്ള 100 കോടി ക്ലബിൽ കടന്ന ഒരു ചലച്ചിത്രമുണ്ട്. ആ ചലച്ചിത്രത്തിൽ കാണിക്കുന്ന രംഗങ്ങൾ എനിക്ക് അത് നേരിട്ട് പറയാൻ പോലും മടിയാവുന്നു. ആ ചിത്രത്തിൽ കാണിക്കുന്ന ഇതിനകത്ത് ഇവർ ആരോപിക്കുന്നത് പോലെയുള്ള രംഗങ്ങൾ, സ്ത്രീകളോട് കാണിക്കുന്ന അതിനീചമായ അക്രമങ്ങൾ, ഇതേ സെൻസർ ബോർഡ് തന്നെയല്ലേ കണ്ടതെന്ന് ഞാൻ ചോദിക്കുന്നു. ഈ സെൻസർ ബോർഡിലെ ഓരോ അംഗത്തോടും ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ തന്നെയല്ലേ ഈ സെൻസർ ബോർഡിലെ ഇതേ അംഗങ്ങൾ തന്നെയല്ലേ മാർക്കോ എന്ന പടത്തിന് പ്രദർശനം നൽകിയത്? അതിലെ രംഗങ്ങൾ നിങ്ങളാരും കണ്ടില്ലേ? ആ അത്രയും നീചമായ രംഗങ്ങൾക്ക് പ്രദർശനാധിപതി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ
പിന്നെ ഈ സിനിമയിൽ എന്താണ്, ഈ എമ്പുരാൻ എന്ന സിനിമയിൽ സ്ത്രീകളോടുള്ള അതിക്രമങ്ങളുടെ രംഗങ്ങൾ അത്രയൊന്നും ഭീകരമായിട്ടുള്ള രംഗങ്ങൾ അതിനകത്തുണ്ടെന്ന് കാണുന്നില്ല. ശരി, സ്ത്രീകളോടുള്ള അതിക്രമം നടക്കുന്ന രംഗങ്ങൾ മുറിച്ചു മാറ്റിക്കോട്ടെ. പക്ഷേ എന്തിനാണ് ഈ ഒരു വില്ലൻ്റെ പേര് മാറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ ചില സംഭാഷണ ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്തതുകൊണ്ടോ ഈ സിനിമയിൽ എന്താണ് അതൊക്കെ മ്യൂട്ട് ചെയ്തുകൊണ്ട് എന്താണ് ഈ സെൻസർ ബോർഡ് ഉദ്ദേശിക്കുന്നത്? ഇത് ഇത്തരത്തിലുള്ള ധാരാളം സിനിമകൾ, ഇപ്പോൾ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ് മൻമോഹൻ സിംഗിനെ തന്നെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സിനിമ പ്രദർശനം നടത്തിയിട്ടുണ്ട്. അതുപോലെ കേരള സ്റ്റോറി എന്ന പേരിൽ കേരളവുമായി പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തെ മൊത്തത്തിൽ അവമാനിക്കുന്ന രീതിയിൽ, കേരളീയരെ അവമാനിക്കുന്ന രീതിയിലുള്ള ചലച്ചിത്രം പ്രദർശിപ്പിക്കുകയും അത് ഇന്ത്യൻ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ പോലും അത് പലതവണ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും ബന്ധപ്പെട്ട വ്യക്തികളെ ഇതിൽ അവമാനം സംഭവിച്ചിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ല. ഇതിലിപ്പോൾ ഗോദ്ര സംഭവത്തിന് ശേഷം നടന്ന നരോത്പാട്യ ഇൻസിഡൻറ്റിൽ ഇത്രയധികം ആളുകളെ, ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളെ കൊന്ന കേസിലെ പ്രതിയെയാണ് അതിനകത്ത് കാണിക്കുന്നത്. ആ രീതിയിൽ ആ പ്രതിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യത്തിൽ എന്നോട് അനുഭാവം പ്രകടിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഇപ്പോൾ അത് കഴിഞ്ഞ് മോഹൻലാൽ മാപ്പ് പറഞ്ഞു, അല്ലെങ്കിൽ നിർമ്മാതാവ് അത് മാറ്റാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്ന പല ആളുകളെയും കാണുന്നുണ്ട്. പക്ഷേ ഇന്ന് നമുക്കറിയാം, ഇപ്പോൾ ഏത് രീതിയിലും ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നവരുടെ നേരെ പല രീതിയിൽ, അത് ED ആയും അതുപോലെ എന്താണ് ഇപ്പോൾ വേറെ ഒരു പുതിയ പല രീതികളും വരുന്നുണ്ട്. അതായത് നമ്മുടെ SFI, അപ്പോൾ SFI അന്വേഷണം വരുന്നതെന്ന് കേട്ടപ്പോൾ CPM-ലെ എന്തോ ഒരു വിഷയത്തിനകത്ത് SFI അന്വേഷണം വരുന്നു ചോദിച്ചപ്പോൾ നമ്മളൊക്കെ ധരിച്ചത് ഈ CPM-ലെ കാര്യം അന്വേഷിക്കാൻ SFI-കാരൻ എങ്ങനെയാണ് വരിക എന്നാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടന SFI അല്ല, അത് SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസിയാണെന്ന് മനസ്സിലാവും. അപ്പോൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വലിയ അസഹിഷ്ണുത കാണിക്കുന്ന ആളുകൾ ഇപ്പോൾ നേരത്തെ വന്നിട്ടുള്ള മറ്റു ചലച്ചിത്രങ്ങളുടെ പേരിൽ ഇതേ അസഹിഷ്ണുത കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ സിനിമകളോട് അല്ലെങ്കിൽ പുസ്തകങ്ങളോട് അല്ലെങ്കിൽ മറ്റു വാർത്താമാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളോട് അസഹിഷ്ണുത കാണിക്കുന്ന ഒരു പാരമ്പര്യം മുമ്പില്ലാത്തതാണ്. ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ അസഹിഷ്ണുത പുറത്തു വരുന്നത്. അപ്പോൾ ഒരു കണക്കിന് ഈ അസഹിഷ്ണുത പുറത്തു വന്നത് വളരെ നന്നായി. അത് കൊണ്ട് സൃഷ്ടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് കൂടുതൽ ഹൈപ്പുണ്ടായി, വളരെ കൂടുതൽ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ആളുകൾ ആ സിനിമ കണ്ടു. പിന്നെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇതിനകത്ത് ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറയുന്നത് അതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. കാരണം അവർക്ക് ധാരാളം നഷ്ടപ്പെടാനുള്ള ആളുകളാണ്. അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വലിയൊരു വ്യവസായിയായിട്ടുള്ള ഗോകുലം ഗോപാലിനോ അല്ലെങ്കിൽ ഈ മലയാളത്തിലെ ഏറ്റവും വലിയ നടന്മാരിലൊരായിട്ടുള്ള മോഹൻലാലിനോ എതിരെയായിട്ട് ധാരാളം കാര്യങ്ങൾ ഒരു ഭരിക്കുന്ന സർക്കാരിന് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ പ്രതികരിച്ചതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. പക്ഷേ ഇങ്ങനെയൊരു സിനിമ ചെയ്യുവാൻ അതിനുള്ള ധൈര്യം അവർ കാണിച്ചു. ഇനി അത് ജനങ്ങളുടെ മുന്നിലാണ് ആ സിനിമയുള്ളത്. അപ്പോൾ ഈ സിനിമ എന്ന് വെച്ചാൽ ഒരു സാധാരണഗതിയിലുള്ള ഒരു ഹോളിവുഡ് നിലവാരത്തിലുള്ള ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. പക്ഷേ അതിനെ മറ്റ് ആക്ഷൻ ത്രില്ലർ സിനിമകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാക്കുന്നത് ഈ മുൻപ് 2002 നടന്ന ഈ ഗോദ്ര സംഭവത്തെക്കുറിച്ചും അതുപോലെ നരോത്പാടിയിലെ കൊലപാതകങ്ങളെക്കുറിച്ചും വീണ്ടും ഒരു ജനശ്രദ്ധയിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളിടത്താണ് ഈ ചിത്രത്തിൻ്റെ വിജയം. അതാണ് ഇതിനെ
എതിർക്കുന്നവരെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നതും.